ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശമുയർത്തി ഭിന്നശേഷിക്കാരനായ യുവാവ് വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്ത് നീന്തി കയറി. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ 16 വർഷമായി 15,000-ലധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജീവ് വാളാശ്ശേരിയുടെ ശിക്ഷണത്തിൽ ആലുവ കോട്ടപ്പുറം സ്വദേശിയായ രതീഷ് NP ആലപ്പുഴ ജില്ലയിലെ വടക്കുംകര അമ്പലത്തും കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് സൗജന്യ നീന്തൽ പരിശീലകനായ സജീവ് വാളാശ്ശേരിക്കൊപ്പം നീന്തി കയറി. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായാണ് വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്ത് നീന്തുന്നത്. അർജുന അവാർഡ് ജേതാവായ സജി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടങ്ങിയ നീന്തൽ ഒഴുക്കും പോളകളും മറ്റു തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ നീന്തിയെത്തിയപ്പോൾ വൈക്കം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർപേഴ്സൺ സുഭാഷും വാർഡ് കൗൺസിലർ ബിന്ദു ഷാജിയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബും VRSC അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആസിം വെളിമണ്ണ ഉൾപ്പെടുന്ന 10ഓളം വിഭിന്ന ശേഷിക്കാരായ ശിഷ്യരിൽ ഒരാളാണ് 42 വയസ്സുകാരനായ രതീഷ്. കഴിഞ്ഞ 16 വർഷം കൊണ്ട് സജീവ് വാളാശ്ശേരി തന്നെ വികസിപ്പിച്ചെടുത്ത 14ഓളം ക്ലാസുകളിലൂടെ അനേകായിരങ്ങളാണ് വളരെ നിഷ്പ്രയാസം നീന്തൽ അഭ്യസിക്കുന്നത്. ഏറ്റവും മികച്ചൊരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു വേമ്പനാട്ട് കായൽ കൂടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി എൻ്റെ സജീവ് വാളശ്ശേരി സാർ എന്നെ സ്പെഷ്യൽ 22 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത്. സ്പെഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. കൈകൊണ്ട് മാത്രമേ എങ്ങനെ നീന്താമെന്ന് സാറ് പഠിച്ചിട്ട് അതെന്നെ സജീവ് വാളശ്ശേരി സാർ പഠിപ്പിക്കുമായിരുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നീന്തൽ പഠിച്ചിരിക്കുന്ന ഒരാൾ പോലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക. സൗജന്യ നീന്തൽ പരിശീലകൻ സജീവ് വാളശ്ശേരി സാറ് പറയുന്ന ആശയം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക. നീന്തൽ ഏവർക്കും ഇപ്പോൾ ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവരെയും പഠിപ്പിക്കുക, മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എന്നെപ്പോലെ തന്നെ ശാരീരിക പരിമിതിയുള്ള എല്ലാവർക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് സാർ ഇത് ചെയ്യിപ്പിച്ചത്. 22 ദിവസത്തെ പരിശീലനമാണ് നീന്തൽ പഠിപ്പിച്ചത് സാറ് എന്നെ നീന്തൽ പഠിപ്പിച്ചത്. രതീഷ് നമ്മളെ പോലെയല്ല, 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമ്പനാട്ട് കായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത്. വേമ്പനാട്ട് കായൽ പോലെയുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്, ഇന്ന് സാധിച്ചത്. അപ്പം ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു മണിക്കൂർ വീതം 1 മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി മരിക്കേണ്ടതില്ല. അത് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും പ്രയത്നിക്കുന്നത്. ആലുവ മണപ്പുറം ദേശം കടവിൽ നവംബർ 1 തുടങ്ങി മെയ് 31 വരെ എല്ലാ ദിവസവും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1000 പേരെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇന്ന് മാത്രം ഒഴിവ് കൊടുത്തു രതീഷിനെ നീന്തൽ പ്രമാണിച്ച് സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. ആലുവ മണപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും 16 ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തൽ പഠിച്ചിട്ട് പോകാം. ന്യൂസ് ഡെസ്ക്, ആലുവ.